ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ സോഷ്യോളജി പേപ്പർ 1 ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യോളജിയിലെ ഫസ്റ്റ് യൂണിറ്റാണ് സോഷ്യോളജി ദ ഡിസിപ്ലിൻ. അതിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മോഡേണിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഇൻ യൂറോപ്പ് ആൻഡ് എമർജൻസ് ഓഫ് സോഷ്യോളജി. സെക്കൻഡ് വൺ, സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് കമ്പാരിസൺ വിത്ത് അതർ സോഷ്യൽ സയൻസസ്. ആൻഡ് തേർഡ് വൺ, സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തിൽ നമ്മൾ മോഡേണിറ്റി എന്താണ്, മോഡേണിറ്റി കൊണ്ട് യൂറോപ്പിൽ എന്തൊക്കെ സോഷ്യൽ ചേഞ്ചസ് വന്നു, അത് സോഷ്യോളജിയുടെ എമർജൻസിന് എങ്ങനെ കാരണമായി, ഇതാണ് നമ്മൾ ഫസ്റ്റത്തിൽ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്, അത് മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുമായി എങ്ങനെ റിലേറ്റ് ചെയ്യണോ അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. തേർഡ് ടോപ്പിക്ക് സോഷ്യോളജിയും കോമൺ സെൻസ് നോളേജും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മോഡേണിറ്റിയാണ് എടുക്കാൻ പോകുന്നത്. സോ മോഡേണിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ മോഡേണിറ്റീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡേണിറ്റിയിൽ എന്താ പറയണതെന്ന് വെച്ചാൽ യൂറോപ്പിൽ ആ ഒരു ടൈമിൽ വന്ന സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് മോഡേണിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, റിനൈസൻസ് സമയത്ത് കുറേയധികം ഐഡിയോളജിക്കൽ പാരഡൈംസിന് റിനൈസൻസ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഐഡിയോളജിയാണ് മോഡേണിസം എന്ന് പറയുന്നത്. അതിനെ യൂറോപ്പിൽ മോഡേണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടേം മോഡേണിറ്റി ലാറ്റിൻ വേർഡായിട്ടുള്ള മോഡേണിസം എന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേർഡ് മോഡേണസ് ശരിക്കും പറഞ്ഞാൽ മോഡോ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് മോഡേണസ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മീൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നൗ ഓർ കറൻറ്റ്, അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം, അതിനെയാണ് കറൻറ്റ് അല്ലെങ്കിൽ നൗ എന്നാണ് ഈ ഒരു മോഡോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ പറയണമെങ്കിൽ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഡിനോട്ട്സ് ദി ന്യൂ പ്രാക്ടീസസ് ആസ് കമ്പയർഡ് ടു ദ ഓൾഡ്. അതായത് പഴയ പ്രാക്ടീസസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പുതിയൊരു പ്രാക്ടീസാണ്. അപ്പോൾ അതിനെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സോഷ്യോളജിസ്റ്റ്, അതല്ലെങ്കിൽ സോഷ്യോളജിക്കലി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂറോപ്പിൻ്റെ ആ ഒരു സമയത്ത്, ആ ഒരു പീരീഡിൽ, ആ ഒരു സ്പെസിഫിക് പീരീഡിൽ യൂറോപ്പിലുണ്ടായ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അപ്പീലിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് നമ്മൾ ഈ ഒരു മോഡേണിറ്റീനെ പറയണത്. അതായത് കണ്ടംപററി മോഡേൺ വേൾഡിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് നമ്മൾ ഈ ഒരു മോഡേണിറ്റീനെ കാണുന്നത്. സോ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു പുതിയൊരു ലിബറൽ ഐഡിയ അല്ലെങ്കിൽ പ്രാക്ടീസസ് മാത്രമല്ല, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ഇപ്പോഴും ഈ ഒരു മോഡേണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ അന്നത്തെ യൂറോപ്യൻ സൊസൈറ്റിയിലെ ആ ഒരു മോഡേണിറ്റി എന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് നമ്മൾ അതിലും മോഡേണായി. മീൻസ് ഈ മോഡേൺ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വെച്ചാൽ പുതിയത്, ന്യൂ, അതായത് ഓൾഡ്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൾഡായിട്ടുള്ള ഒരു പ്രാക്ടീസിൽ വിട്ട് പുതിയൊരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു ജീവിതശൈലിയോ വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു കണ്ടീഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു മോഡേണിസമായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ 19th സെഞ്ച്വറി ആ ഒരു സമയമാണ്. നമ്മളിപ്പോൾ അതും വിട്ട് ഒരു 2000ക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇതാണ് നമുക്ക് മോഡേൺ വേൾഡ്, അത് ഓൾഡർ പീരീഡായി. ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ ഈ ഒരു മോഡേണിറ്റിയുടെ പീരീഡിൽ നമ്മുടെ എന്താ പറയുക, റിലീജിയസോ അല്ലെങ്കിൽ ട്രഡീഷനൊക്കെ ലിബറലി ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അതേപോലെ ഇൻഡിവിജ്വലിസത്തിന് പ്രയോറിറ്റൈസ് ചെയ്തു തുടങ്ങി. അതായത് ആ ഒരു കളക്ടിവിറ്റിയുടെ മേലെ ഇൻഡിവിജ്വലിസത്തിന് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. സോ മീൻസ് വ്യക്തിഗത മാറ്റേഴ്സായി തുടങ്ങി. മറ്റേത് സമൂഹത്തിലെല്ലാവർക്കും മേലും ഒരു അടിച്ചമർത്തിയേർന്ന കുറേ ഫോഴ്സസ് ഉണ്ട്. അതെല്ലാം മാറി ഓരോരുത്തരും സ്വയം ചിന്തിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വന്നു. അതാണ് ഫ്രീഡം ഓഫ് ഐഡിയാസ് വന്നു. അതായത് നമുക്ക്
തുറന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വന്നു. പിന്നെ ഈക്വാലിറ്റി ഓഫ് ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫിൽ നമുക്ക് എല്ലാ ഇടങ്ങളിലും ഈക്വാലിറ്റി വന്നു തുടങ്ങി. അതിപ്പോൾ റിലീജിയസ് ആയാലും സോഷ്യൽ ആയാലും കൾച്ചറലി ആയാലും ഏതൊരു ഇപ്പോൾ ഈവൻ ഇക്കണോമിക്കലി ആയാലും എല്ലാവരെയും ഈക്വലായിട്ട് കാണണം എന്നൊരു കോൺസെപ്റ്റ് വന്നു. അതേപോലെ തന്നെ വളരെയധികം മൂവ്മെൻറ്റ്സ് വന്നു. അതായത് ഈ ഫ്യൂഡലിസത്തിനെതിരെ കുറേയധികം മൂവ്മെൻറ്റ്സ് വന്നു. അതോടെ അവിടെ ക്യാപിറ്റലിസം അതേപോലെ മാർക്കറ്റ് സിസ്റ്റം ഒക്കെ വന്നു. ഈ ഒരു 19th സെഞ്ച്വറിയിലാണ് കൂടുതലായിട്ട് ഈ ക്യാപിറ്റലിസം മാർക്കറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, സെക്യുലറൈസേഷൻ, ഇങ്ങനെയുള്ള കുറേയധികം കൺസെപ്റ്റ്സുകൾ. സോ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു ഷിഫ്റ്റായിട്ട് ആ ഒരു കാലത്തെ മോഡേണിറ്റീനെ നമുക്ക് പറയാം. ആ ഒരു കാലത്ത് വന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാധാ ജീവിതത്തിൽ നിന്ന് നോർമൽ ലൈഫിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ എന്താ, അതാണ് ഇപ്പോഴത്തെ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി ഓരോരുത്തരായി. ആദ്യം വരുമ്പോൾ നമ്മൾ പല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്തെങ്കിലും ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT അതേപോലെ AI വെച്ചിട്ടുള്ള നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ ഇൻഫോർമേറ്റീവായിട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ വേൾഡ് എന്ന് പറയുമ്പോൾ AI ജനറേറ്റഡ് വേൾഡായിട്ട് നമുക്ക് പറയേണ്ടി വരും. സോ അപ്പോൾ നമ്മുടെ മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ സൊസൈറ്റി ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതേപോലെ ഈ ഒരു സമയത്ത് സോഷ്യോളജി എമേർജ് ചെയ്ത് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ, ഈ സൊസൈറ്റിയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ പഠിക്കാനാണ് സോഷ്യോളജി എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യലി കുറേ ചേഞ്ചുകൾ പറഞ്ഞു. അതേപോലെ പൊളിറ്റിക്കൽ സ്പേസിലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ കണ്ടംപററി നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് രാജ്യത്തിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്റ്റേറ്റ് ഹുഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു മോഡേണിറ്റിയുടെ പീരീഡിലാണ് എമേർജ് ചെയ്ത് വരുന്നത്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അതേപോലെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അതേപോലെ മോഡേൺ ബ്യൂറോക്രസി ഒക്കെ ഈ ഒരു സമയത്താണ് ഈ ഒരു ഐഡിയാസ് ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു വെബറിൻ്റെ ഒക്കെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഐഡിയ ഒക്കെ വരുന്ന കാലഘട്ടം ഈ ഒരു ടൈമാണ്. സോ നമുക്ക് മോഡേണിറ്റിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മോഡേണിറ്റി വന്നപ്പോൾ നമുക്കറിയാം റാഷണലിസം, സയൻറ്റിഫിക് തിങ്കിങ് ഒക്കെ ഇംപ്രൂവ്ഡ് ആയി. റാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ യുക്തിപരമായ ചിന്ത. അതായത് ഈ ഒരു നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കുറേ ലിബറൽ ചിന്താഗതികൾ മാറി. അതായത് ആ ഒരു ഫങ്ഷണലിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് ഒരു ലിബറലായിട്ടുള്ള ഒരു റാഷണൽ ചിന്താഗതിയിലേക്ക് ആൾക്കാർ മാറി തുടങ്ങി. അതിന് ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക് തിങ്കിങ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഉണ്ട്. അതേപോലെ അർബനൈസേഷൻ വന്നു. നമ്മൾ പറഞ്ഞു ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി, അതായത് റൂറൽ പോപ്പുലേഷൻ അർബൻ സൊസൈറ്റിയിലേക്ക് എന്തായി മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. റൂറൽ ടു അർബൻ ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതേപോലെ ക്യാപിറ്റലിസം വന്നു. അതായത് ഒരു ഫ്യൂഡൽ ലോഡ് സിസ്റ്റത്തിൽ നിന്ന് മാറി മാർക്കറ്റ് സിസ്റ്റം വന്നു. കാരണം അവിടുത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതേപോലെ പൊളിറ്റിക്കലി വളരെയധികം ചേഞ്ചസ് വന്നു. അതിൽ പറഞ്ഞതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടംപററി നേഷൻ സ്റ്റേറ്റ് ബിൽഡിങ്, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അതാണ് ഈ പറഞ്ഞ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നതാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയും മോഡേൺ ബ്യൂറോക്രസിയൊക്കെ. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ കിങ്, നൈറ്റ്, ഫ്യൂഡൽ ലോഡ്സ് അങ്ങനൊരു സിസ്റ്റം മാറി ഈ ഒരു മോഡേൺ ബ്യൂറോക്രസിയുടെ ഒരു എമർജൻസ് നമുക്ക് ഈ ഒരു മോഡേണിറ്റി പീരീഡിൽ കാണാൻ പറ്റും. സോ ഈ ഒരു സമയത്താണ് അതായത് നമ്മുടെ ഈ ഓൾഡ് ബിലീഫിനെ ലിബറലി ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അതേപോലെ റാഷണാലിറ്റി റിലീജിയൻ്റെ മേലെ എമേർജ് ചെയ്തു വന്നത്. അതായത് റിലീജിയനും മുകളിലായിട്ട് നമ്മുടെ
വ്യക്തിഗത ബോധം അല്ലെങ്കിൽ യുക്തിബോധമൊക്കെ വന്നു തുടങ്ങി. സോ അന്നത്തെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ റിലീജിയൻ എന്ത് പറയണോ അതിൻ്റെ ബേസിൽ ചെയ്ത്, അതിനപ്പുറം ചെയ്യുന്നവർ തെറ്റുകാർ, അവർ തെറ്റ് ചെയ്യണു എന്നൊരു കൺസെപ്റ്റായിരുന്നു. അതായത് ചർച്ചും പ്രീസ്റ്റും എന്ത് പറയണോ അതിനെ ഫോളോ ചെയ്ത് പോയിരുന്ന ആൾക്കാർ, അതിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമുക്കിനി യൂറോപ്പിൽ സോഷ്യലി എന്തൊക്കെ ചേഞ്ചസ് മെയിൻലി വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ റൂസോ, മോണ്ടസ്ക്യൂ ഒക്കെ നമ്മുടെ മോഡേൺ പൊളിറ്റിക്കൽ ഐഡിയാസിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അതേപോലെ ആദം സ്മിത്ത്, റിച്ചാർഡ് ജെ.എസ്. മില്ല് അങ്ങനത്തെ എക്കണോമിസ്റ്റുകൾ ന്യൂ എക്കണോമിക് ഓർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അതായത് റൂസോ, മോണ്ടസ്ക്യൂം പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് അവർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞപ്പോൾ, ആദം സ്മിത്തും റിക്കാർഡോ അതേപോലെ ജെ.എസ്. മില്ല് എന്നൊക്കെ പറയുന്ന ഇക്കണോമിക്സുകൾ എന്ത് പറഞ്ഞു, ന്യൂ ഇക്കണോമിക് ഓർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം പറയണ ഇതിനൊക്കെ കൂടി ഒരു കോമൺ ത്രെഡേ ഉള്ളൂ. ആ പറയുന്ന ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണാലിറ്റി ഓഫ് ഹ്യൂമൻ തോട്ട്സ് ആണ്. അതായത് ജനങ്ങളുടെ ഉള്ളിലെ, അതായത് മനുഷ്യൻ്റെ ഉള്ളിലെ റാഷണലായിട്ടുള്ള ചിന്താഗതിയാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയാസ് ആയാലും ഇക്കണോമിക് ഐഡിയാസിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്, റാഷണാലിറ്റി ഓഫ് ഹ്യൂമൻ തോട്ട്സ് ആണ്. സോ അപ്പോൾ ഈ ഒരു പുതിയ ഓർഡേഴ്സും കാര്യങ്ങളും ഐഡിയാസൊക്കെ വന്നപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറേയധികം അപ്പീലിംഗ് ഉണ്ടായി. അതായത് കുറേയധികം സോഷ്യൽ ചേഞ്ചസിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റി. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ കുറേ ഡിസ്റ്റർബൻസും വന്നു. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ഏർലി സോഷ്യോളജിക്കൽ തോട്ട്സ് എമേർജ് ചെയ്യുന്നത്. ആരുടെയൊക്കെ, നമ്മുടെ പൈനിയേഴ്സ് ആയിട്ടുള്ള ഹെഗലിൻ്റെയും കോംപ്റ്റൻ്റെയും സ്പെൻസറിൻ്റെ ഒക്കെ മൈൻഡിൽ ഒരു സോഷ്യോളജിക്കൽ തോട്ട് ആദ്യമായിട്ട് എമേർജ് ചെയ്തു വരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അതായത് സൊസൈറ്റിയിൽ ഇങ്ങനെ റാഷണലായി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ റാഷണാലിറ്റിയുടെ ഭാഗമായിട്ട് കുറേയധികം പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഐഡിയാസും മോഡൽസൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു ബേസിൽ സൊസൈറ്റിയിൽ സോഷ്യൽ ചേഞ്ചസും വന്നു. അതോടൊപ്പം തന്നെ കുറേയധികം ഡിസ്റ്റർബൻസ്. നമുക്കറിയാം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു പുതിയൊരു കാര്യം, നല്ലൊരു കാര്യമാണ് പറഞ്ഞതെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പഴയ ചിന്താഗതിയാണ് നല്ലതെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗം ആൾക്കാരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. എന്തൊരു നല്ലത് വന്നാലും അല്ലെങ്കിൽ അതൊരു പുരോഗമനം വന്നാലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെ ഒപ്പോസ് ചെയ്യാനും എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടാവും. സോ അങ്ങനെ ഇതിനെതിരെ കുറേയധികം പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ സൊസൈറ്റിയിൽ ഈ ചേഞ്ചസ് വന്നപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യവും വന്നു. അപ്പോൾ അങ്ങനെ കുറേ ഡിസ്റ്റർബൻസ് വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഒരു സോഷ്യോളജിക്കൽ തോട്ട് എമേർജായി വരുന്നത്. അപ്പോൾ നമ്മൾ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് യൂറോപ്പിൽ വന്ന കുറേ അധികം സോഷ്യൽ ചേഞ്ചസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മേജർ സോഷ്യൽ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് കാരണമായ ഇവൻറ്റ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് റിനൈസൻസ്, എൻലൈറ്റ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷനൊക്കെ നമുക്കറിയാം. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു പുനർജന്മം, അതല്ലെങ്കിൽ റീബർത്ത് ഓഫ് അവർ ഐഡിയാസ് ആൻഡ് നോളേജസിനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻലി പറയുന്നത് നമ്മുടെ ഹ്യൂമാനിസവും അതേപോലെ റിവൈവൽ ഓഫ് നോളേജിൻ്റെ ഒരു പുതിയൊരു തിരിച്ചുവരവിനെയൊക്കെയാണ് നമ്മൾ റിനൈസൻസിൽ പറയുന്നത്. അതേപോലെ റിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പറഞ്ഞു റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ അവിടെ വന്നു. അതായത് ഓൾഡ് ബിലീഫിൽ നിന്ന് ലിബറലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി, റാഷണാലിറ്റി റിലീജിയൻ്റെ മേലെ കയറി തുടങ്ങി. അപ്പോൾ അവിടെ കുറേ സോഷ്യൽ റിഫോംസ് വന്നു. നമുക്കറിയാം ആ ഒരു സമയത്ത് കുറേയധികം സൂപ്പർസ്റ്റിഷ്യൻസ് അതേപോലെ ഇവിൽ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനൊക്കെ സോഷ്യൽ റിഫോംസ് വന്നു. അപ്പോൾ ആ ഒരു റിഫോർമേഷനെയാണ് നമ്മളിവിടെ പറയുന്നത്. അതിലൂടെ റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ കുറേ അധികം വന്നു. അടുത്തതാണ് എൻലൈറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ജ്ഞാനോദയം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി, അതിനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി നമുക്ക് വന്നതാണ് ഡെമോക്രസി, അതേപോലെ ഈ ബന്ധപ്പെട്ടിട്ടുള്ള റീസണിങ് കപ്പാസിറ്റി എല്ലാം. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി നമുക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ഷിഫ്റ്റാണ്. അതായത് ഒരു അഗ്രേറിയൻ
പുവർ സൊസൈറ്റിയിൽ നിന്ന് ഒരു വർക്കിംഗ് ക്ലാസ് സൊസൈറ്റീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതാണ് ഇക്കണോമിക് ഷിഫ്റ്റ് പറയുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഫ്യൂഡലിസം. ആ ഒരു ഫ്യൂഡൽ ലോഡ്സിൻ്റെ ആ ഒരു കാലം, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറഞ്ഞു ആ ഒരു ഡൈനാസ്റ്റീനെ നമ്മൾ എൻഡ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ പറഞ്ഞ നമ്മൾ പറഞ്ഞ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം നമുക്ക് എടുത്ത് മാറ്റിക്കളയാൻ പറ്റി, എല്ലാവരെയും ഈക്വൽ ആക്കാൻ പറ്റി. അതൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ സോഷ്യൽ ചേഞ്ചസ് ഇൻ യൂറോപ്പിൽ ഒരു മോഡേണിറ്റിയുടെ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. സോ അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് ദിസ് ചേഞ്ചസ് ഓൺ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ കുറേ ചേഞ്ചസ് സൊസൈറ്റിയിൽ വന്നപ്പോൾ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് നമുക്കറിയാം. പോസിറ്റീവും ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, ആ ഒരു ഫ്യൂഡൽ ലോഡ്സിൻ്റെ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു സുപ്രിമസി മാറ്റാൻ പറ്റുക. ആ ഫ്യൂഡൽ സിസ്റ്റം തന്നെ എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഡിക്ലൈൻ വന്നു. അതേപോലെ പുതിയ സോഷ്യൽ ക്ലാസ്സസ് ഡെവലപ്പായി. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്കറിയാം, മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അപ്പോൾ ഈ ഒരു പുവർ റിച്ച് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ സ്റ്റേറ്റ് സിസ്റ്റത്തിലായാലും നല്ല പുവറായിട്ടുള്ള ആൾക്കാരും നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അതിന് പകരം ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ആദ്യമായിട്ട് എമേർജ് ചെയ്ത് വന്നത് നമ്മുടെ യൂറോപ്പിൽ ഈ ഒരു ടൈം മോഡേണിറ്റിയുടെ പീരീഡിൽ, ഈ മോഡേൺ പീരീഡിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നത്. അതായത് ഈ വർക്കിംഗ് ക്ലാസ് ആയിട്ട് ഉള്ള ആൾക്കാർ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി അവിടെ എമേർജ് ചെയ്ത് വന്നു. അതേപോലെ ഫാമിലി സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു. അതായത് ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് റൂറൽ സൊസൈറ്റിയിൽ ജീവിച്ചിരുന്ന ആ ഒരു സിസ്റ്റം മാറി അർബൻ സൊസൈറ്റിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നു. അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് അർബൻ സൊസൈറ്റിയിലേക്ക് വരും. അതായത് ബെറ്റർ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഇവിടെ അർബൻ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി, അതായത് സിറ്റിയിൽ ആയിരിക്കും നമ്മുടെ മേജർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്സ് ഒക്കെ ഈ ഒരു അർബൻ ഏരിയയിലായിരിക്കും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കും. അപ്പോൾ അവരുടെ ആ ഒരാളുടെ വൈഫ്, കുട്ടികൾ മാത്രമായിട്ട് എന്ത് ചെയ്യും, ആൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ ഒരു ഫാമിലി ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ വന്ന് താമസിക്കും. ബാക്കി ആളുടെ അച്ഛൻ, അമ്മ, ബാക്കി സഹോദരങ്ങളൊക്കെ നാട്ടിലായിരിക്കും. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് വിട്ട് ആ ഒരാളുടെ കുടുംബം മാത്രം, അതായത് ഭാര്യ, മക്കൾ മാത്രമുള്ള ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റങ്ങൾ വന്നു. സോ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റം വന്നു. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഈ ഫാമിലി, മാരേജ്, എഡ്യൂക്കേഷൻ, അതേപോലെ റിലീജിയൻ, ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റങ്ങൾ സംഭവിച്ചു, ഒരു ഷിഫ്റ്റ് വന്നു. അതായത് പഴയപോലെ ആ റിഗിഡിൽ നിന്ന് മാറ്റി പല കാര്യങ്ങളിലും ചേഞ്ച് വന്നു. ഇപ്പോൾ റിലീജിയസ് ഇമ്പോർട്ടൻസ് തന്നെ വളരെയധികം ഡിക്ലൈൻ ചെയ്ത് തുടങ്ങി ആ ഒരു സമയത്ത്. അപ്പോൾ അതിന് ഈ ഒരു മോഡേൺ പീരീഡിന് പറയണത് തന്നെ, അതായത് മാർഷൽ ബെർമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഈ മോഡേണിറ്റീനെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. അതായത് സോളിഡായിട്ട് അങ്ങനെ ഒരു നമ്മൾ പറയില്ലേ കല്ല് പോലെ നിൽക്കുക, അതായത് അതിൽ ചേഞ്ച് വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിന്നത് എയറിൽ മെൽറ്റായി പോയിരുന്നു. അതായത് ആ ഒരു നമ്മൾ ആ റിഗിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഉറച്ചതാണ്, അതൊരിക്കലും ബ്രേക്ക് ആവില്ല എന്നുള്ളൊരു സംഭവം. അത് നമ്മൾ പറയും മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകിപ്പോയിന്ന്. അതുപോലെ അങ്ങനെ നിന്ന ഒരു അത്രയും ഹെവി ആയിട്ട് നിന്ന ഒരു സംഭവം സോഷ്യൽ സിസ്റ്റംസ് സ്ലോലി അല്ല റാപ്പിഡ്ലി എന്തായി, മെൽറ്റായി, ഒരു ജസ്റ്റ് എയറിൽ മെൽറ്റായി പോണ പോലെ ഇതായി. അതാണ് ഇവിടെ പറയണത്. അതേപോലെ സൊസൈറ്റിയിൽ സോഷ്യൽ പ്രോബ്ലംസും വന്നു. അതായത് പോവേർട്ടി, ഇൻഇക്വാലിറ്റി, അലീനിയേഷൻ, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സും എന്തായി സൊസൈറ്റിയിൽ എമേർജ് ചെയ്ത് വന്നു. അതായത് ഇപ്പോൾ ഈ അർബനൈസേഷനൊക്കെ വന്നപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ, ആ ഒരു അർബൻ ഏരിയയിലത്തെ പോപ്പുലേഷൻ വളരെയധികം കൂടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവർ പോപ്പുലേഷനായി, അവിടെ ഈ പറഞ്ഞ കൺജസ്റ്റഡായി, ആൾക്കാർ
ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ അവൈലബിലിറ്റി ഓഫ് ഫുഡും അത്രമാത്രം ഉണ്ടാവണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്നാണ് പോപ്പുലേഷൻ ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ അവിടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. സോ അതോടൊപ്പം തന്നെ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അവിടെ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ വന്നു. ഇതൊക്കെയാണെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വേറൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ലോ വേജിനാണ് ഈ പറഞ്ഞ ആൾക്കാർ ഈ അഗ്രികൾച്ചർ വർക്കേഴ്സിനെ ഇൻഡസ്ട്രിയൽ വർക്കിലേക്ക് എടുക്കുമ്പോൾ അവരെ ലോ വേജിനാണ്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ മാത്രമുള്ള അതായത് ഡെയിലി നീഡ്സ് സാറ്റിസ്ഫൈഡ് ആവാൻ മാത്രമുള്ള വേജ് അവർക്ക് കിട്ടുന്നില്ല. അതേപോലെ ഓവർ ടൈം ഡ്യൂട്ടീസുമാണ് അവരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അലിനിയേഷൻ എന്ന് പറയുന്നത് കാരൽ മാർക്സിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അലിനിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഐസൊലേറ്റ് ചെയ്യിപ്പിക്കാം. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ അലിനിയേഷൻ എന്ന് പറയുക. അതായത് മാറി പോകേണ്ട അവസ്ഥ വരും. അതായത് നിങ്ങളിതിലുള്ളതല്ല, നിങ്ങളിതിൽ ഉള്ളതല്ല, ഈ ഒരു ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരല്ല, അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ അലീനിയേഷൻ എന്ന് പറയുക. സോ അപ്പോൾ ഇതൊക്കെ കൊണ്ട് എന്തുകൊണ്ടാണ് സോഷ്യോളജി എമേർജ് ആയത്, എന്തിനാണിപ്പോൾ സോഷ്യോളജി ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്താണ് സോഷ്യോളജിയുടെ റോള്, സോഷ്യോളജി എന്തിനാ എമേർജ് ആയി എന്നുള്ളൊരു ചോദ്യം തന്നെ. അപ്പോൾ അതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ കുറേ ചേഞ്ചസ് വന്നപ്പോൾ ഇവിടെ കുറേയധികം സോഷ്യൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അതായത് പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ്, റാപ്പിഡ് ചേഞ്ചാണ് സൊസൈറ്റിയിൽ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു റാപ്പിഡ് ചേഞ്ച് വന്നപ്പോൾ കുറേയധികം ഡിസ്റ്റർബൻസ് ഉണ്ടായി. അതായത് കുറേയധികം കോൺഫ്ലിക്ട്സ് ഉണ്ടായി, ക്രൈംസ് ഉണ്ടായി, പെറ്റി കേസസ് വന്നു തുടങ്ങി. അതായത് ഈ അർബനൈസേഷൻ വന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് ഈ അൺസ്കിൽഡാണ്. അപ്പോൾ അവർക്ക് അവിടെ വർക്കും വേജും കുറവാണ്. അപ്പോൾ ജീവിക്കാൻ ഞാൻ പറഞ്ഞു പോവേർട്ടി വരുമ്പോൾ ഒബ്വിയസ്ലി ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റീലിങ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ സൊസൈറ്റിയിൽ കുറേയധികം ഡിസ്റ്റർബൻസ് വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സയൻറ്റിഫിക്കലി സൊസൈറ്റീനെ പഠിക്കേണ്ട ഒരു ആവശ്യകത വന്നു. ഇപ്പോൾ എങ്ങനെയാണ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം സയൻറ്റിഫിക്കലി പഠിക്കേണ്ടതുണ്ടായി. അപ്പോൾ ആ ഒരു ആവശ്യം വന്നപ്പോഴാണ് സോഷ്യോളജി എമേർജ് ആവുന്നത്. അതേപോലെ സൊസൈറ്റിയിലെ സോഷ്യൽ പ്രോബ്ലംസ്, പുതുതായി വന്ന സോഷ്യൽ പ്രോബ്ലംസിനെ മനസ്സിലാക്കാനും കൂടിയാണ് സോഷ്യോളജി സൊസൈറ്റിയിൽ എമേർജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോഷ്യോളജിയുടെ മെയിൻ പൈനിയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് അഗസ്റ്റ് കോംതെ, അതേപോലെ കാർൽ മാർക്സ്, എം.എൽ. ഡർക്കീം, അതേപോലെ മാക്സ് വെബർ. ഇവരാണ് മെയിൻ പൈനിയേഴ്സ് ഓഫ് സോഷ്യോളജി നമ്മൾ പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കാർൽ മാർക്സ് ആക്ച്വലി ഒരു സോഷ്യോളജിസ്റ്റ് അല്ല, ആളൊരു എക്കണോമിക്സ്റ്റാണ്, അതേപോലെ പൊളിറ്റിക്കൽ തിയറിസ്റ്റാണ്. പക്ഷേ ആളുടെ തിയറീസ് എല്ലാം നമ്മുടെ സോഷ്യോളജിയുടെ വളർച്ചയെ ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ള കുറേയധികം തിയറീസ് ഉണ്ട്. ആളുടെ തിയറീസ് എല്ലാം തന്നെ നമുക്ക് സോഷ്യോളജിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. സോ അദ്ദേഹത്തെ സൊസൈറ്റിയെക്കുറിച്ച് അദ്ദേഹം കുറേയധികം പറഞ്ഞു. സോ അദ്ദേഹത്തെ നമ്മൾ സോഷ്യോളജിയുടെ വൺ ഓഫ് ദി പൈനിയേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അഗസ്റ്റ് കോംതെയുടെ ഫസ്റ്റ് ഒരു തിയറിയാണ് പോസിറ്റിവിസം, അതേപോലെ സ്റ്റേജസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഓരോ തിയറിസ്റ്റുകളെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ പേപ്പർ 1 തന്നെ നമ്മൾ ഇവർ ഓരോരുത്തരെയും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കും. അതേപോലെ കാൾ മാർക്സിൻ്റെ ക്ലാസ് സ്ട്രഗിൾ, ക്യാപിറ്റലിസം, ആളുടെ ഫേമസ് ബുക്കില്ലേ ദാസ് ക്യാപിറ്റൽ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അതേപോലെ ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്, അതേപോലെ അങ്ങനെ കുറേ ഇക്കണോമിക് പരമായിട്ടുള്ള കുറേ കൺസെപ്റ്റ് ഉണ്ട് ആളുടെ. ഇതെല്ലാം നമ്മൾ സൊസൈറ്റിയിലെ ക്യാപിറ്റലിസം, പോളിറ്റേറിയൻ, ബൂർഷ്വാസി, അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ പറയും. അതേപോലെ ഡർക്കീമിൻ്റെ സോഷ്യൽ ഫാക്ട്സ്, ഫങ്ഷണലിസം, ആളുടെ ഫേമസ് തിയറി ആയിട്ടുള്ള സൂയിസൈഡിനെ കുറിച്ച്, അങ്ങനെ നമുക്ക് ആളെക്കുറിച്ച് കുറച്ചധികം പഠിക്കാനുണ്ട് ഇവർ ഓരോരുത്തർ എടുത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കും. പിന്നെ അതേപോലെ മാക്സ് വെബറിൻ്റെ റാഷണലൈസേഷൻ, ബ്യൂറോക്രസി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. നമുക്ക് എത്തിക്സ്, നമ്മുടെ എത്തിക്സ് പേപ്പറിൽ നമുക്ക് ഈ ബ്യൂറോക്രസിനൊക്കെ കണക്ട് ചെയ്ത്
പഠിക്കേണ്ടി വരും. കാരണം അതായത് വെബറിൻ്റെ വ്യൂസ് നമുക്ക് കണക്ട് ചെയ്തൊക്കെ എഴുതാൻ പറ്റും. നമ്മുടെ സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മുടെ GS പേപ്പറിലെ പല പേപ്പേഴ്സിനും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതിൽ നിന്ന് GS പേപ്പേഴ്സിൽ നിന്ന് കണക്ട് ചെയ്ത് സോഷ്യോളജി ഏറ്റവും കൂടുതൽ സോഷ്യോളജിയിൽ നിന്ന് നമുക്ക് നമ്മുടെ GS പേപ്പറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ എത്തിക്സ് പേപ്പറിലായാലും പോളിറ്റി പേപ്പറിലായാലും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. സോ സോഷ്യോളജി, മോഡേണിറ്റി. സോഷ്യോളജി എങ്ങനെ മോഡേണിറ്റീനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചറിനെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മോഡേണിറ്റീനെ സോഷ്യോളജിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ സോഷ്യൽ ഇഷ്യൂസിനെ നമ്മളെ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു സോഷ്യോളജി ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, സൊസൈറ്റീനെ കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൊസൈറ്റിയിലെ ഇഷ്യൂസിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. എങ്ങനെ ക്രിറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യും. അതേപോലെ അങ്ങനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് കോർ പ്രോബ്ലംസ്. അതിന് എന്തൊക്കെ കോസാണ്, എന്ത് കാരണം കൊണ്ടാണ് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, സജഷൻസ് വയ്ക്കാൻ പറ്റും. അതായത് പോളിസി മേക്കിങ്ങിനായാലും സോഷ്യൽ റിഫോംസിനായാലും ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡേണിറ്റി സൊസൈറ്റിയുടെ ഒരു റീഷേപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സൊസൈറ്റിയിൽ വന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ആ ഒരു രൂപം തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമാണ് ഈ മോഡേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാപ്പിഡ് ചേഞ്ചിന് റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ സോഷ്യോളജി എമേർജ് ആയിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സോഷ്യോളജി പിന്നീടുള്ള എല്ലാ മോഡേൺ ചലഞ്ചസിനെയും പഠിച്ച് സോഷ്യോളജിയുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ മോഡേണിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സൊസൈറ്റിയുടെ രൂപം തന്നെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ സൊസൈറ്റിയെ റീഷേപ്പ് ചെയ്ത ഒരു സംഭവമാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു മോഡേണിറ്റിയുടെ വരവിന് റെസ്പോൺസ് ആയിട്ട് ആണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എമേർജായി വന്നത്. പിന്നീട് ഈ ഒരു സോഷ്യോളജി സമൂഹത്തിലെ പ്രശ്നങ്ങളെയും ചേഞ്ചസിനെയെല്ലാം പഠിച്ചുകൊണ്ട് അതിൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മുടെ മോഡേണിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇതുവരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. സോ മോഡേണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പോൾ എമർജൻസി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ മോഡേണിറ്റി എങ്ങനെ നമ്മുടെ സോഷ്യോളജിയുടെ എമർജൻസിന് ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിലെ സോഷ്യൽ ചേഞ്ചസിലെ മെയിൻ സംഭവമാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് വരെ മോഡേണിറ്റി എങ്ങനെ സോഷ്യോളജിയുടെ എമർജൻസിന് വഴിയൊരുക്കി എന്നുള്ളതായിരിക്കും. സോ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മോഡേണിറ്റി എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കി, മോഡേണിറ്റി എന്താണെന്ന് നോക്കി. നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഒരു ഓൾഡ് ട്രഡീഷണൽ പ്രാക്ടീസിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂ പ്രാക്ടീസസിലേക്കുള്ള ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മോഡേണിറ്റി എന്ന് പറഞ്ഞു. മോഡേണിറ്റിയുടെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. മോഡേണിറ്റി വഴി ഉണ്ടായ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, അങ്ങനത്തെ കൺസെപ്റ്റുകൾ നോക്കി. അതേപോലെ അത് നമ്മുടെ യൂറോപ്യൻ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് നോക്കി. അതുപോലെ ഇമ്പാക്റ്റ്, സൊസൈറ്റിയിൽ വന്ന ഇമ്പാക്റ്റ്, അത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതുപോലെ എന്തിന് സോഷ്യോളജി എമേർജ് ചെയ്തു, അതുപോലെ സോഷ്യോളജിയുടെ പൈനിയേഴ്സിനെ നമ്മൾ നോക്കി. സോഷ്യോളജി മോഡേണിറ്റി എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നോക്കി. സോ കൺക്ലൂഷൻ, അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി നിങ്ങൾക്ക് മോഡേണിറ്റിയുമായി ആ ഒരു ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പം തന്നെ ക്ലിയർ ചെയ്തു പോകാം. നമ്മൾ പറഞ്ഞു ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സ് അടുത്ത ക്ലാസ് വരുന്നേക്ക് മുൻപ് തന്നെ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന PYQസോ അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ ഞാൻ ഇടുമ്പോൾ അത് ആൻസർ ചെയ്യുക, എനിക്ക് സബ്മിറ്റ് ചെയ്യുക. എൻ്റെ ഒരു
ടൈമിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സൂൺ ആസ് പോസിബിൾ ഞാൻ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് അയച്ചു തരും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും നിങ്ങൾക്ക്. സോ നന്നായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.